ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ ഒരു നിരപ്പ് റോഡിലോ ഒരു ഇറക്കത്തിലൂടെയോ ഒരു 60-70 കിലോമീറ്റർ വേഗതയിൽ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓഫായി പോയി കഴിഞ്ഞാൽ എന്താണ് വണ്ടിക്ക് ഉള്ളിൽ നടക്കുന്നത്? അങ്ങനെ വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ തോന്നും, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നവർ ഈ ഒരു മാറ്റത്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് വണ്ടിയുടെ എൻജിൻ ഓഫായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ഇത് മുഖാന്തരം നമ്മൾക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെയധികം വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ നമ്മുടെ വണ്ടിയുമായിട്ട് ചെറിയൊരു ഇറക്കത്തിലാണ് കിടക്കുന്നത്. ഇനി ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് പറയാം. അതായത് നമ്മുടെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ആക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ നിന്ന് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ് മെത്തേഡിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് നമുക്ക് ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമുക്ക് വണ്ടി ഡ്രൈവ് പോകുന്നതിനിടയിൽ നമ്മളുടെ ഈ ഒരു ബ്രേക്കിംഗ് സംവിധാനം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കും. അതായത് ഒരു പവർ ബ്രേക്ക് എന്ന നിലയിൽ, അതായത് നമ്മൾ ജസ്റ്റ് നമ്മളുടെ വലത്തെ കാല് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും വണ്ടിയിൽ നടക്കുന്നൊരു മാറ്റം. ഇനി നമ്മളുടെയൊക്കെ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഒരു പഴയ വണ്ടിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് തന്നെ ഒരു മാരുതി 800 ഉണ്ട്, ഒരു 99 മോഡൽ വണ്ടിയാണ്. ആ ഒരു വണ്ടിയിൽ പവർ ബ്രേക്ക് ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, നോർമലായിട്ടുള്ളൊരു സംവിധാനമാണ്. അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേയും അതോടൊപ്പം തന്നെ നമ്മളുടെ വണ്ടി ജസ്റ്റ് ന്യൂട്രായി പോകുന്ന സാഹചര്യത്തിലൊക്കെ ഈ ഒരു മെത്തേഡേ ആ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലുള്ളൂ. എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങും പവർ ബ്രേക്കും ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അതിനർത്ഥം നമ്മുടെ എൻജിനിൽ നിന്ന് വരുന്ന പവർ എടുത്തിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു 60-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു, പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്, നമ്മളുടെ ഈ ഒരു സ്റ്റിയറിംഗ് നല്ല രീതിയിലുള്ള ഒരു കട്ടിയിലേക്ക് വരും. ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ആണ്, നമുക്ക് ഈസി ആയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ വണ്ടി ഓഫായി കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു കട്ടിയായിരിക്കും സ്റ്റിയറിങ്ങിന് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത്തരത്തിലുള്ള ഒരു കട്ടി സ്റ്റിയറിങ്ങിന് വരുമ്പോൾ നമുക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരികയും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും മെയിനായിട്ട് സംഭവിക്കുന്നത്, ഇതിനോടൊപ്പം തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ, അതായത് നമ്മളുടെ ഫുഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫുഡ് ബ്രേക്ക് നല്ല രീതിയിലുള്ള കട്ടിയിലേക്ക് വരും. ഇനി നിങ്ങൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇറക്കത്തിൽ വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളെ ഞാൻ അത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ജസ്റ്റ് വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് ഓഫ് ആവുകയാണ്. ഓഫാക്കി നമ്മൾ വണ്ടിയുടെ പവർ സപ്ലൈ ഒന്ന് നിർത്തുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, പൂർണ്ണമായിട്ട് വണ്ടി ഓഫായിട്ടുണ്ട്. ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. ഹാൻഡ് ബ്രേക്കിലാണ് ഈ വണ്ടി നമ്മുടെ ഇറക്കത്ത് കിടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വണ്ടി ഇത്തരത്തിലൊരു ഇറക്കത്തിൽ പെട്ടെന്ന് ഓഫായി പോകുന്നു, വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങളുടെ കീ പൂർണ്ണമായിട്ടും ഓഫ് ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റിയറിംഗ് ഓട്ടത്തിൽ ലോക്കായി പോകും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും പുറകിലേക്ക് തിരിച്ച് ലോക്ക് ചെയ്യരുത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിയറിംഗ് ലോക്കായി പോകും. വണ്ടി ഓടുന്ന സമയത്ത് നമുക്കൊരു കാരണവശാലും ബ്രേക്കിംഗ് കിട്ടത്തില്ല. ബ്രേക്കിംഗ് കിട്ടാതെ വരുമ്പോൾ സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വലിയ അപകടം ഉണ്ടാകും. അപ്പം ഒരു കാരണവശാലും കീ ഓഫ് ആക്കരുത്. നിങ്ങൾ കീ ജസ്റ്റ് എപ്പോഴും വണ്ടി റൺ ചെയ്യുന്ന, സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ കീ കിടക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാനിത് ജസ്റ്റ് ഹാൻഡ് ബ്രേക്കിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി വണ്ടിയുടെ ഗിയർ ന്യൂട്രലാണ്, സ്റ്റാർട്ടിങ്ങിലല്ല. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഇനി ഞാൻ മെല്ലെ ഇത് ബ്രേക്കിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കാണ്. ഇപ്പം നിങ്ങൾ നോക്കുക,
സ്റ്റിയറിംഗ് നല്ല രീതിയിലുള്ള കട്ടിയിലാണ്. ഞാനിത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഹാർഡാണ്. ഞാനിത് നല്ല രീതിയിലുള്ള ബലത്തിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. എന്നിട്ടും വണ്ടി ഇത് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചവിട്ടിയിട്ട് വണ്ടി നിർത്താനായിട്ട് സാധിക്കുന്നില്ല. വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള പവർ സപ്ലൈയും നഷ്ടപ്പെട്ടു പോയി. ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, ഇത് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്നു, നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ ഇത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പീഡിൻ്റെ വേഗത കൊണ്ട് നമുക്ക് വണ്ടിയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയാതെ വരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ പോകുന്ന ഏതൊരു ഗിയറിലാണ്, ഇപ്പോൾ 4th പോകുന്നതെങ്കിൽ 4th നിന്ന് ജസ്റ്റ് ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കുക. ന്യൂട്രാക്കിയിട്ട് നിങ്ങൾ ബ്രേക്ക് ഹാർഡായിട്ട് ഇത് ഇത്തരത്തിൽ പമ്പ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് ഇത് ഇത്തരത്തിൽ ഞെക്കി പിടിച്ചിട്ട് മേളിലേക്ക് ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുകയും താക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കിലെ 2 വീലും നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് മേളിലേക്ക് വലിച്ചു പിടിച്ചേക്കാണ്. ഒപ്പം ഞാനിവിടെ ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്ത് വണ്ടിയെ സൈഡിലേക്ക് നിർത്തി. നമുക്ക് ഈ ഒരു സന്ദർഭങ്ങളിൽ ഫുഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് ഇതേ ഇങ്ങനെ ഞെക്കി പിടിച്ച് ഓഫ് ചെയ്തുകൊണ്ട് മേളിലേക്ക് താഴോട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കിലെ 2 വീലിനെ നമുക്ക് കറക്കത്തെ നിർത്താനായിട്ട് സാധിക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് ഈ ലോക്കൽ ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ വണ്ടിയുടെ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്ത് വണ്ടിയെ സൈഡിലേക്ക് ഒതുക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ക്ലിപ്പിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വണ്ടിയെ ഇത്തരത്തിൽ ഇറക്കത്തിൽ നിർത്താനായിട്ട് കഴിയും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓഫായി പോയി കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. പെട്ടെന്ന് നമുക്ക് വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മളൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.